ഏതെങ്കിലും തരത്തിൽ വീണ ടിക്കെതിരായിട്ടുള്ള ആക്രമണം, വീണ ടിയെ അപമാനിക്കാൻ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്യുകയാണ്. ഇന്നലെ താങ്കൾ ഉൾപ്പെടെ രാവിലെ 7 മണി മുതൽ ലൈവ് ചെയ്തത് ശ്രീ പിണറായി വിജയന്റെ വീട്, കണ്ണൂരുള്ള വീട്, പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു, 2 ദിവസത്തേക്ക് വരെ ചോദ്യം ചെയ്യൽ നീളാം എന്ന രൂപത്തിൽ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട പാർട്ടി സഖാക്കൾക്ക്, ഈ പാർട്ടിയുടെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കൾക്ക് സ്വാഭാവികമായും അങ്ങോട്ട് വരണം, അതെന്താണെന്ന് അന്വേഷിക്കണം, പ്രതിരോധിക്കണം, പ്രതികരിക്കണം എന്നുണ്ടാകും. പിന്നെ താങ്കൾ ഇപ്പോഴും ആവർത്തിച്ചു, ആദ്യമായി കേൾക്കുന്നു, ED ആക്രമിക്കുന്നു, ആദ്യമായി കേൾക്കുന്നു. ആദ്യമായിട്ടല്ല, സൗകര്യവും സമയവും കിട്ടുമ്പോൾ ഞാൻ അയച്ചു തന്ന ലിങ്ക് ഒന്ന് വായിക്ക്. ഇവിടെ ED ഓഫീസിൽ കയറി അവിടുത്തെ വണ്ടി, ബസ്, കാറ് കത്തിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ്. എന്ത് ചെയ്യും? അപ്പൊ ആദ്യ സംഭവം ആവണം എങ്ങനെ? ആദ്യ സംഭവമല്ല, ഇത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇനി ഒരു കാര്യം, ഇതിൽ ദയവായി താങ്കൾ ഇടപെടരുത്. ഒന്ന്, എന്താണ് ഈ കേസ്? ഈ കേസ് 2013 മുതൽ 19 വരെ CMRL കമ്പനി ആദായ നികുതി വകുപ്പിൽ ബോഗസ് ആയിട്ടുള്ള കണക്ക് കാണിച്ചു. എത്ര? 135.4 കോടി രൂപ. അതിൽ 1.72 കോടി രൂപ എക്സലോജിക്കലിന്, ബാക്കി 134 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്ക്, പത്രം പ്രവർത്തകർക്ക്, സമുദായ സംഘടനകൾക്ക്, അമ്പലങ്ങൾക്ക്, പള്ളികൾക്കെല്ലാമാണ്. ഇത് ഉൾപ്പെടെ ഉള്ള തുക 134 കോടി അവിടെ നിൽക്കുന്നു. 1.72, ഈ 1.72 കോടിയിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ആ സെറ്റിൽ ചെയ്ത് വിടുന്നു. മൊത്തത്തിൽ സെറ്റിൽ ചെയ്യുന്നു. ആ സെറ്റിൽ ചെയ്യുന്നതിൽ ഇങ്ങനെ വീണ വിജയന്റെ പേര് പറയുന്നു, എക്സലോജിക്കിന്റെ പേര് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ വിജയനോ എക്സലോജിക്കിനോ കേട്ടിട്ടില്ല, ഒരു സമൻസ് അയച്ചിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ള വിഷയമാണ് ഇപ്പോൾ 2 ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നീട് ചോദ്യം ചെയ്തു, സമൻസ് അയച്ചു, ഹാജരാക്കി, ഡോക്യുമെന്റ് ഹാജരാക്കി, ബാങ്ക് അക്കൗണ്ട് ഹാജരാക്കി, ഇൻകം ടാക്സ് കൊടുത്തതിന്റെ, GST കൊടുത്തതിന്റെ, IGDS കൊടുത്തതിന്റെ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഹാജരാക്കി. എന്ത് തർക്കമുണ്ടോ? അന്വേഷണ ഏജൻസിക്ക് ചോദിക്കാം, സമൻസ് അയക്കാം, രേഖ ആവശ്യപ്പെടാം. അതിന് തയ്യാറാണല്ലോ, തയ്യാറാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ 2ാം ഘട്ടം ED എന്നെ അന്വേഷിക്കുന്നത് കള്ളപ്പണമുണ്ടോ? ഏതില്? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വഴി GST, IST, TDS കൊടുത്തതിൽ ഏതായാലും കള്ളപ്പണം ഉണ്ടോ എന്ന് സംശയം വരില്ല. കള്ളപ്പണം ഏതാ? 134 കോടി. അവിടെ കുറെ പേരുണ്ട്. ഞങ്ങൾ ലക്ഷങ്ങൾ, കോടികൾ മേടിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ആവശ്യത്തിന് മേടിച്ചു. ഒരു പാർട്ടിയുടെ ആവശ്യത്തിന് മേടിക്കുമ്പോൾ എത്ര രൂപ മേടിക്കാം? അത് അക്കൗണ്ട് വഴിയാണോ? അത്തരം സമ്മതിച്ച ആളുകളൊക്കെ ഇവിടെ നിൽക്കുക. അവരോടൊന്നും ചോദിക്കാതെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് കേന്ദ്രീകരിക്കുന്നു. അതിനെയാണ് ഞങ്ങൾ പാർട്ടി പ്രതിരോധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായി പറയുന്ന